ഇപ്പോൾ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അരുൺ മോഹൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ അരുൺ മോഹൻ, CJPയുടെ ദേശവിരുദ്ധ ബന്ധം മറന്നീക്കി പുറത്തു വരികയാണ്. ആ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. CJP വക്താവ് ഇഷ മറിയം ഹാരിസ് കൊടും ഭീകരൻ അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയ മദനിയുടെ അടുത്ത ബന്ധു. ഇത് സംബന്ധിച്ച തെളിവുകളാണ് ജനൻ ടിവി പുറത്തുവിടുന്നത്. CJPക്ക് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണെന്ന കേന്ദ്ര ഏജൻസികളുടെ വാദം ശരിവെക്കുന്നതാണ് CJP വക്താവിന്റെ മദനി ബന്ധം. ഈ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണം കൂടി. വളരെ വ്യക്തമാണല്ലോ കാര്യം. CJP എന്തിന്റെ പേരിലാണ് ജനിക്കുന്നത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചത്. ഒന്ന്, ഈ യുവാക്കള് എങ്ങനെയാണ് ഈ പരാമർശം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നല്ല, പലപ്പോഴും കോടതികളുടെ ഭാഗത്തു നിന്ന് അനഭിലഷണീയമായ പല പരാമർശങ്ങളും പല അവസരങ്ങളും ഉണ്ടായിട്ടുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ അനധികൃതമായി സർവീസിലേക്ക് കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ച പരാമർശത്തിനിടയിൽ ഈ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മൾ മനസ്സിൽ റീഡ് ചെയ്യേണ്ട സാധനം അതാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു പരാമർശമായിരുന്നില്ല അദ്ദേഹം നടത്തിയിരുന്നത്. അതിന്റെ മെറിറ്റ് എന്തുമായിക്കോട്ടെ, അതിന്റെ പേരിൽ തുടങ്ങി വെച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, എനിക്ക് അറിയാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കാൻ ഭരണഘടനാപരമായി എത്രമാത്രം സാധ്യതയാണ് ഉള്ളതെന്ന്. പക്ഷേ ഒരു ആശയം, ഒരു ഐഡിയോളജി ഉണ്ടാകുന്നു, അത് പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപം ഉണ്ടാകുന്നു, അവർക്ക് കുറെ പ്രത്യയ ശാസ്ത്രങ്ങൾ അവർക്ക് മുമ്പോട്ട് വെക്കാൻ വേണ്ടി കഴിയുന്നു, യുവാക്കൾ അതിനെ ആകൃഷ്ടരാകുന്നു എന്നുള്ളതൊന്നും തെറ്റൊന്നുമല്ല. ഈ CJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അംഗമാകാൻ വേണ്ട 3 കാര്യങ്ങൾ അവരെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഒന്ന്, തൊഴിലില്ലാത്ത ജോലിയില്ലാത്ത ചെറുപ്പക്കാരനായിരിക്കണം, അഭ്യസ്തവിദ്യനായിരിക്കണം. 2, ലേസി ആയിരിക്കണം, അതായത് തങ്ങൾ മടിയന്മാരാണ്, വിയർപ്പിന്റെ അസുഖമുള്ളവരാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മ എന്നുള്ള രീതിക്ക് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്നു. മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 12 മണിക്കൂറോളം ചെലവഴിക്കുന്നവരായിരിക്കണം. നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം എന്നല്ല, യൂസ് ചെയ്യരുത് എന്നുമല്ല. അവിടെ അതിനൊരു മിതത്വം എപ്പോഴും പാലിച്ച് അവനവന്റെ കാര്യത്തിലും ജോലിയിലും ഒരു പരിശ്രമം കൂടി നടത്തേണ്ടുന്ന യൂത്തിന്റെ അടുത്ത് എത്ര തെറ്റായ ഒരു സന്ദേശമാണ്. ഏതാണ്ട് 24 മണിക്കൂറിലെ 12 മണിക്കൂറും ഓൺലൈനിലായിരിക്കണം നിങ്ങൾ എന്നൊക്കെയുള്ള. അപ്പം ഇത് വെറും ട്രോളുകളായി മാത്രം തുടങ്ങിയതാണോ എന്നൊരു തോന്നലായിരുന്നു അത് വായിച്ചവരെ സംബന്ധിച്ചുണ്ടായത്. എന്നാൽ ഇനിയും അവർ അതിനകത്തൊരു ക്ലാരിറ്റി ആ കാര്യത്തിൽ തരാൻ തയ്യാറായിട്ടില്ല. ഇവര് ഇത്തരത്തിൽ ഒരു കൃത്യമായ ഐഡിയോളജിയുടെ പിന്നിൽ ഒരു നേതാവിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നേതാക്കന്മാരുടെ അടിസ്ഥാനത്തിൽ അത് ഒരു പാർട്ടി ഒരു ഘടന രൂപത്തിൽ അങ്ങനെയൊന്നും അല്ലാതെ ആൾക്കൂട്ടമുണ്ടായാൽ, ഇപ്പൊ ബാംഗ്ലൂരുവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പം അബ്ദുൽ നാസർ മദനിയുമായിട്ട് ബന്ധപ്പെടുന്ന കോയമ്പത്തൂർ സ്ഫോടന കേസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ഇതൊരു ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്, അതിന്റെ പിന്നിൽ ഇന്ന ആളുകളായിരുന്നു നമുക്കറിയാമായിരുന്നു. സുരക്ഷിതമായി ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ഭാരതം പോലെ ഒരു രാഷ്ട്രത്തിൽ ബംഗ്ലാദേശിന് സമാനമായി, നേപ്പാളിന് സമാനമായി, ശ്രീലങ്കയ്ക്ക് സമാനമായി ഒക്കെ ഒരു യൂത്തിനെ മുഴുവൻ ഇളക്കി വിട്ട് കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് ജനൻ ടിവി പുറത്തുവിട്ടത്. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, അവരുടെ മതം അനുവദിക്കുന്നുണ്ടോ ഈ പെൺകുട്ടിയുടെ ഈ തരത്തിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് അത്ഭുതമാണ്. കാര്യം ഈ സൂഫിയ മദനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അബ്ദുൽ നാസർ മദനിയുടെ തീരുമാനങ്ങളെ നടപ്പിലാക്കുന്ന ഒരു എന്താ പറയാ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായിട്ട് മാറി, പിന്നീട് അത് ജിഹാദികളുടെ നാവായി മാറിയ രീതിയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കുടുംബമാണത്. അപ്പോ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിവിട്ട ഒരു ആശയത്തിനെ മറ പിടിച്ച് തുടങ്ങി വെച്ച ഒരു ജൻസി കൂട്ടായ്മ എന്നുള്ള രീതിയിലൊക്കെ അഭിജിത്ത് ആരംഭിച്ചെങ്കിലും കേരളത്തിൽ വളരെ കൃത്യമായി ഇതുപോലെ ഓരോ സംസ്ഥാനത്തുള്ള വക്താക്കളെ നമ്മൾ പരിശോധിക്കണം. ഇങ്ങനെ ടെററിസ്റ്റ് ബന്ധമുള്ള ചെറുപ്പക്കാർ ഇതിന്റെ ഭാഗമാകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിടത്തു നേരെ മാറി BJPയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവരോട് നിങ്ങൾ അത് അൺഫോളോ ചെയ്യൂ എന്നാവശ്യപ്പെടുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ അജണ്ട വളരെ വ്യക്തമായി കഴിഞ്ഞു. 3, ഇത്തരത്തിലുള്ള കൂട്ടായ്മയ്ക്ക് നിയന്ത്രിക്കാൻ ഒരാളില്ലാത്ത പക്ഷം ബാംഗ്ലൂരു പോലെയുള്ള ഒരു പ്രമുഖമായ സിറ്റിയിൽ ഒരു പ്രതിഷേധത്തിന് അവരെ ആഹ്വാനം ചെയ്ത വാർത്ത നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം അഭിജിത്ത് പറയുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നാളെ വാട്സപ്പ് ഹർത്താൽ നടന്ന സംസ്ഥാനമാണ് കേരളം, നമുക്കറിയാവുന്നതാണ്.
ഇത്തരത്തിൽ ജിഹാദികൾ, മതഭീകരവാദികൾ അവരുടെ ഒരു ടൂളായി യൂത്തിനെ യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുന്നു എന്നുള്ളിടത്താണ് ഈ അവസാനം ഈ പെൺകുട്ടി, ഈ മദനിയുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിക്ക് നേരിട്ട് ഈ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടാകുന്നു. കേരളത്തിലെ ഔദ്യോഗിക വക്താവായി അത് മാറുന്നു. നാളെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ, നിങ്ങൾ എഴുതി വെച്ചോളൂ, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ, സോളിഡാരിറ്റി, അങ്ങനെയുള്ള അവരുടെ എല്ലാ മൂവ്മെന്റുകളും ഇതിന് അനുകൂലമായി വന്നുകൊണ്ട് ഈ 17 വയസ്സ് 18 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ ഞാനും പാറ്റ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ ഇപ്പൊ നമ്മൾ കാണുന്നു. അതില് ചെറുപ്പക്കാർക്കുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചിട്ട് ഇവർക്കൊന്നും പറയാനില്ല. സ്റ്റാർട്ടപ്പുകൾ ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യൂത്തിന് അനുഗുണമായിട്ടുണ്ടായ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഇവരാരും കാണുന്നില്ല. മറ്റൊന്ന്, മുദ്രാ ലോണിലൂടെ സ്വന്തം കാലിൽ നിൽക്കാൻ ചെറുപ്പക്കാർ പര്യാപ്തരായതിനെ കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ല. ഇവരുടെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീ സംവരണത്തെ സംബന്ധിച്ചിട്ടാണ്. 34% സ്ത്രീ സംവരണം പാർലമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള സ്ത്രീ സംവരണം കൊണ്ടുവരാനുള്ള നീക്കത്തെ പോലും പാർലമെന്റിൽ എതിർത്ത് തോൽപ്പിച്ച കോൺഗ്രസിനെ അൺഫോളോ ചെയ്യാൻ ഇവർ പറയുന്നില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ 3-4 ഘടകങ്ങൾ മാത്രം വെച്ച് പരിശോധിച്ചാൽ ഇവരുടെ രാഷ്ട്രീയ അജണ്ട വളരെ വ്യക്തമാണ്. ആന്റി നാഷണലിസ്റ്റുകൾ എന്ന് തീർത്തുതന്നെ നമുക്ക് പറയാം. ഇതിന്റെ ഇടയ്ക്ക് അവർ ഉയർത്തിവിടുന്ന ആശയങ്ങൾക്ക് കുറച്ചൊക്കെ പബ്ലിക്കിന്റെ ഇടയ്ക്ക് സ്വീകാര്യത കിട്ടുന്ന ആശയങ്ങളായതുകൊണ്ടായിരിക്കുമല്ലോ വളരെ ലിബറലായി നിൽക്കുന്ന അല്ലെങ്കിൽ നോൺ പൊളിറ്റിക്കലായി നിൽക്കുന്ന ചെറുപ്പക്കാർ ഒരു പരിധിവരെ തെറ്റിദ്ധരിച്ചത്. അങ്ങനത്തെ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ ഇവിടെ മാർഗങ്ങളുണ്ട്. നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഇവർ സൂചിപ്പിച്ചു. നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് പരീക്ഷ പൂർണ്ണമായും ക്യാൻസൽ ചെയ്യുകയും ഒന്നുകിൽ അപേക്ഷിച്ചവർക്ക് പിന്നീട് സാമ്പത്തികം മുടക്കി ഒരു തരത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പരീക്ഷ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. പക്ഷേ ഈ ഏജൻസിക്കെതിരായി കൃത്യമായി NTA-ക്കെതിരായി CBIയുടെ എൻക്വയറി നടക്കുകയും NTA-യിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് അവർ അഴിക്കുള്ളിലാണ്. അപ്പോ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു ഓടുന്നത് ബുദ്ധിമുട്ടാണല്ലോ. എന്നാൽ തെറ്റിനെ കൃത്യമായി കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഇത്തരത്തിൽ ഒരു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക, അത് കൃത്യം പൊളിറ്റിക്കലാവും. ഇനി നോക്കിക്കോളൂ, അടുത്തതായി CJP മുമ്പോട്ട് വെക്കുന്ന ആശയം ഹിന്ദുത്വത്തിനെതിരായിരിക്കും. ഒരു തർക്കവുമില്ല. കാര്യം ഹിന്ദുത്വ ഐഡിയോളജിയാണ് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്നത്. ഇനി അത് നേരെ മതപരമായ രീതിയിലേക്ക് മാറുന്നു. ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ ജെൻസി മോഡൽ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് മദനിയുടെ കുടുംബത്തിൽ നിന്ന് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിൽ ഇതേപോലെ വ്യത്യസ്തങ്ങളായ ടെററിസ്റ്റ് സംഘടനകളുമായി ബന്ധമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യൂത്താണത് തിരിച്ചറിയേണ്ടത്. പ്രബുദ്ധ ജനത അതിനെ കൃത്യമായി മനസ്സിലാക്കും, തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.